ഫിലിം എഡിറ്റിംഗ് പഠിക്കാൻ പോകുമ്പോഴും അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് നിന്റെ പരിപാടി, രക്ഷപ്പെടുമോ? എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, അവന് ഭയങ്കര ഹാപ്പി, സന്തോഷം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഇരിക്കുന്നതും ആദ്യമായിട്ടാണ് മുണ്ടെടുത്തിരിക്കുന്നത്, അതിൻ്റെ ടെൻഷനും ഉണ്ട്. ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുമല്ല യുറേക്കയിൽ പല വീഡിയോസും ചെയ്യുന്നത്. ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പലരും കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സോ കോൾഡ് ഇൻഫ്ലുവൻസിങ് അതിനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയല്ല നിങ്ങളതിനെ കാണുന്നത്, നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ തന്നെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം അപ്പോഴാണ് അദ്ദേഹം പോയ ശേഷം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, ഇത് നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുമല്ല യുറേക്കയിൽ പല വീഡിയോസും ചെയ്യുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്സും കൊമൻസും നിങ്ങളിപ്പോൾ ഞങ്ങളോട് നേരിട്ട് കാണുമ്പോൾ പറയുന്നതും അത് കേൾക്കുമ്പോഴാണ് ഞങ്ങളും ഓക്കെ നമ്മൾ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ ഈ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഞങ്ങളിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ നല്ലൊരു ഫീഡ്ബാക്ക് എന്ന് തോന്നുന്നത് ഇറ്റ്സ് അബൌട്ട് സ്ക്രിപ്റ്റിംഗ്. ആവശ്യമുള്ള സമയത്ത് മാത്രം സീരിയസ് ആയി, ബാക്കിയുള്ള സമയത്തെല്ലാം കോമഡി പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ? അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ശരി, ഞാൻ വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്നത് വൈശാഖാണിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന വ്യക്തി. എന്നാലും MBIFL കുറിച്ച് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ തോന്നുന്നു വന്നതിന് ശേഷം? സന്തോഷം. കാരണം ഞാൻ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഫിലിമിൽ. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാനൊരു കോർപ്പറേറ്റിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാം, എഡിറ്ററായിട്ട് സ്വിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഇരിക്കുകയായിരുന്നു. ഞാനും ദേവരാജും അന്ന് ഒരുമിച്ചാണ് സ്റ്റേ ചെയ്തിരുന്നത്. നന്ദോപനും പതിയെ അങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ദേവരാജ് പറഞ്ഞു നമുക്കൊരു ചെറിയ റീലിൻ്റെ പരിപാടി തുടങ്ങാം. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, നമുക്ക് ഈ സിനിമയാണ് ലക്ഷ്യം. നമുക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് കിട്ടുന്ന റീച്ചിനെക്കാട്ടിയും കൂടുതലായിരിക്കും ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാം റീല് വഴി കിട്ടുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥാനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വേണം, അപ്പോൾ ഒരു 6 മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്കൊരു 6 മാസം വർക്ക് ചെയ്ത് അടുത്ത പരിപാടി പിന്നെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഈ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞു, ഒരുപാട് സന്തോഷം. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് ഫിലിം എഡിറ്റിംഗ് പഠിക്കാൻ പോകുമ്പോഴും അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് നിൻ്റെ പരിപാടി, രക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞു ഉണ്ടാവും, രക്ഷപ്പെടുണ്ടാവും. അങ്ങനെ പറഞ്ഞു. ഇന്നിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, അവന് ഭയങ്കര ഹാപ്പി, സന്തോഷം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഇരിക്കുന്നതും ആദ്യമായിട്ടാണ് മുണ്ടെടുത്തിരിക്കുന്നത്, അതിൻ്റെ ടെൻഷനും ഉണ്ട്. താങ്ക് യു. ഓക്കെ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരാൾ ആയുർവേദ ഡോക്ടറാണ്, ഒരാൾ ബൈ പ്രൊഫഷൻ ലോയറാണ്, ആൻഡ് ഇദ്ദേഹം വന്ന എൻജിനീയർ ആണ്. എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് വാ പോവാം, നമുക്ക് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്കും ഒരു സംഭവം ആവണം എന്ന ആ ഒരു തോട്ട് അല്ലെങ്കിൽ എന്ന ആ ഒരു കൂടി ചേരുന്നൊരു ചർച്ച തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? എത്ര വർഷം മുമ്പായിരുന്നു? 2024 തോന്നുന്നു നമ്മൾ. അതെ, ഞാൻ ആക്ച്വലി എൻജിനീയറിങ് കഴിഞ്ഞ് 2022 ഞാൻ കൊച്ചിയിലേക്ക് വന്നു. ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഞാൻ അപ്ലൈ വിട്ടു. അത് എനിക്ക് സിനിമ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ എഡിറ്റിംഗ് പഠിക്കാമെന്ന് കരുതി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് എനിക്ക് അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ അങ്ങനെ കൊച്ചിയിൽ വർക്ക് ചെയ്യായിരുന്നു. ദേവരാജ് അപ്പോഴേക്കും കൊച്ചിയിലേക്ക് എത്തി വർക്കിൻ്റെ കാര്യങ്ങളായിട്ട്. നന്ദോപൻ ബാംഗ്ലൂരായിരുന്നു. 2024 ഞങ്ങൾ 3 പേരും ഒരു റൂമിലേക്ക് എത്തുന്നത്. ദേവരാജ് പറഞ്ഞു ഞാൻ പേപ്പർ ഇടുകയാണ്, നടക്കില്ല. നന്ദോപൻ പറഞ്ഞു ഞാൻ ആദ്യം വിട്ടു, ഞാൻ പോരുകയാണ് പറഞ്ഞു. അങ്ങനെ 2024 സെപ്റ്റംബറിലാണ് ഞങ്ങൾ യുറേക്കയുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അതിൻ്റെ 3 മാസം മുന്നേ ഞങ്ങളുടെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിങ്ങും ഷൂട്ടിങ്ങും എഡിറ്റിംഗ് എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 4 to 5 വീഡിയോസ്. അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസാണ് നിങ്ങൾ ചെയ്തത്. എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ടാഗ് വരെ എന്തോരം ടാഗ്സാണ് പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സ്റ്റോറീസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നത്? ഇതിലിപ്പോൾ നമ്മൾ ഒരുവിധം ചെയ്തിട്ടുള്ള റീൽസിലൊക്കെ ഒരു നല്ല ശതമാനം നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കണ്ടൻസ് തപ്പി പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളുടെ ഒരു സ്കില്ല് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയാണ്. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് ആണെങ്കിലും കുറച്ച് സ്റ്റോറി പോകുന്ന ഒരു ജേണി ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ സിനിമാറ്റിക് ആക്കണം എന്നുള്ള ഡിസ്കഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ഇരിക്കും അതിനുവേണ്ടി. അപ്പം അധികവും റിലേറ്റബിൾ ആവുന്നത് നമ്മളുടെ ഇടയിൽ കാണുന്ന സുഹൃത്തുക്കളുടെ കഥകൾ തന്നെ ആവുന്നത് കൊണ്ടാണ്.
നമ്മളും ക്ലിക്കായടാ, ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എപ്പോഴായിരുന്നു അത് സംഭവിച്ചത്? ഏത് വീഡിയോയിലായിരുന്നു എടാ നമ്മളും ക്ലിക്കായി എന്നറിഞ്ഞത്? ഞങ്ങൾ ഏതാണ്ട് ഒരു 15-20ഓളം വീഡിയോസ് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റീച്ചൊന്നും നമ്മൾ കിട്ടിയില്ല. നമ്മൾ യുറേക്ക തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം, ഇത്ര പേര് കാണും, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു 15 വീഡിയോസ് ചെയ്തപ്പോഴേക്കും നമുക്ക് അത്രയൊന്നും നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഇത് പോകുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് ഞങ്ങൾ സംസാരിച്ചു, നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ല ഇവർക്ക് വേണ്ടത്, നമ്മൾ ഈ പരിപാടി വർക്ക് ആവില്ലേ, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ലൈഫ് ആഫ്റ്റർ 25 എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അത് ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ ആയിരുന്നു, ഒരു 90 സെക്കൻഡ്സിൻ്റെ. അതിൽ ഞാൻ തൊഴിലുള്ള ഒരാൾ, കൂടെ താമസിക്കുന്ന തൊഴിലില്ലാത്ത ഒരാൾ. അപ്പോൾ ഈ ഒരു ഈഗോ ക്ലാഷിൻ്റെ ഇടയിൽ നടക്കുന്ന പലരും, നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും കണ്ടു കാണും. ലൈഫ് ആഫ്റ്റർ 25 എന്നുള്ള വീഡിയോ ആണ് ഞങ്ങളൊന്ന് കണ്ണ് തുറന്നടയ്ക്കുമ്പോഴേക്ക് ഒരു 1 മില്യൺ എന്ന് പറഞ്ഞ്, തുടക്കക്കാരെ സംബന്ധിച്ച് 1 മില്യൺ ആണല്ലോ ഈ മാജിക് നമ്പർ, മില്യൺ അടിക്കുക എന്നത്. അത് സംഭവിച്ചത് ഈ ലൈഫ് ആഫ്റ്റർ 25ലാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് തോന്നി, നമ്മൾ മാറ്റി ചിന്തിച്ചു, നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇവർക്ക് വേണ്ടതെന്ന്. അത് ഇതുവരെ ഞങ്ങളതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളും ഇതുവരെ കൂടെ ഉണ്ടായിട്ടുണ്ട്.